ജനാധിപത്യത്തെ തടവറയിലാക്കിയ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം കടന്നുപോകുമ്പോൾ ആ കിരാതവാഴ്ചക്കാലത്തെ ചെറുത്തുനിന്ന ചില സമരങ്ങളെ കൂടി ഓർക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് SFIയുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് നടന്ന പ്രതിഷേധ സമരം. സംസ്കൃത കോളേജിന് മുന്നിൽ നിന്ന് തുടങ്ങിയ ആ സമരത്തിൽ പങ്കെടുത്ത 24 SFI പ്രവർത്തകരിൽ പലർക്കും ഏൽക്കേണ്ടി വന്നത് കൊടിയ പീഡനമാണ്. The President has proclaimed emergency. This is nothing to panic about. പ്രൊഫസർ മാധവൻ പിള്ളയുടെയും ഡോക്ടർ ജെ പ്രസാദിന്റെയും ഓർമ്മകൾ പടികളിറങ്ങുന്നു. 50 ആണ്ട് താഴേക്ക്. തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ മാധവൻ പിള്ള BAയ്ക്കും പ്രസാദ് MAയ്ക്കും പഠിക്കുന്നു. അന്നൊരു ജൂലൈ 1 പ്രതിഷേധത്തിനും പ്രകടനത്തിനും വിലക്കുണ്ടായിരുന്ന കാലം. SFIയുടെ നേതൃത്വത്തിൽ സമരത്തിനിറങ്ങാൻ ഒരു കൂട്ടം ചെറുപ്പക്കാർ തീരുമാനിക്കുന്നു. ഏത് പീഡനങ്ങളും ഏറ്റുവാങ്ങാൻ സന്നദ്ധരായ 24 പേർ. 11:15 എല്ലാവരും സ്പെൻസർ ജംഗ്ഷന് സമീപം ഒത്തുകൂടി. അതിരുകൾ ഭേദിക്കുമാറുച്ചത്തിൽ ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ. 24 പേരും നമ്മൾ അവിടെ തന്നെ ഇരുന്നു. നമ്മളെല്ലാവരും അവിടുന്ന് തന്നെ മർദ്ദനം തുടങ്ങി വലിച്ചഴിച്ച് കൻ്റോൺമെൻറ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അന്ന് ഡയറക്റ്റായിട്ട് പോലീസിലെടുത്ത KAP എന്ന് പറയും, കേരള ആംഡ് പോലീസ്, ഡയറക്റ്റ് എടുത്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് നന്ദാവനം ക്യാമ്പിലിട്ടിരുന്ന ആ പിള്ളേരാണ് നമ്മളെ കൈകാര്യം ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെടുന്നത്. കക്കയം മോഡൽ ഗരുഡൻ തൂക്കവും ഉരുട്ടലും ഇവരിൽ പ്രയോഗിച്ചില്ല. അതുകൊണ്ട് മാത്രം ഇന്ന് പലരും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നതിന് ശേഷം ആദ്യം തുടങ്ങുന്നത് സുധാകരനാണ്. അപ്പോൾ സുധാകരൻ സ്വാഭാവികമായിട്ടും അന്ന് മുണ്ടെടുക്കുന്ന കൂട്ടത്തിലാണ്. മുണ്ടിൻ്റെ ഒരറ്റമൊക്കെ പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇച്ചിരി കുനിഞ്ഞ് നടക്കുന്ന കൂട്ടത്തിലാണല്ലോ സുധാകരൻ. ആ സ്റ്റെപ്പ് കയറുന്നതും ഒരു പോലീസുകാരൻ മുട്ടുകൊണ്ട് സുധാകരൻ്റെ ഇവിടെ മർമ്മത്ത് ഇടിക്കുകയും കൈ കൊണ്ട് മുഖത്ത് എന്നിട്ട് ചവിട്ടായിരുന്നു. അട്ട ചുരുളുന്ന നടക്ക് സുധാകരൻ. പ്രതിഷേധക്കാരെ പിറ്റേന്ന് വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കി. 15 ദിവസത്തേക്ക് റിമാൻഡ്. പിന്നീട് വിചാരണയ്ക്കൊടുവിൽ 2 മാസത്തെ തടവ് ശിക്ഷ. ജയിലിൽ കിടന്നവരെ AKGയും EMSും കാണാനെത്തിയത് അവിസ്മരണീയ ഓർമ്മ. എന്നിട്ട് AKG അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ സ്ത്രീക്ക് ഭ്രാന്താണ്. ആർക്ക്? ഇവർ കുട്ടികളാണ്, അവർക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അവർ പറയാനുള്ള അഭിപ്രായം വിട്ടു തുറന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ജനാധിപത്യ രാജ്യം എന്നാണ് ഇപ്പോഴും പറയുന്നത്. നിങ്ങൾ അടിയന്തരാവസ്ഥ ഉണ്ട്, അതുകൊണ്ട് മര്യാദയ്ക്ക് പെരുമാറണം. CPIMനെ നയിക്കുന്നതും നയിച്ചവരുമായ ഒരുപാട് പേർ അന്ന് ആ സമരം ചെയ്ത SFIയിലുണ്ടായിരുന്നു. MA ബേബി, കോടിയേരി ബാലകൃഷ്ണൻ, G സുധാകരൻ, അങ്ങനെ പലരും. അടിയന്തരാവസ്ഥയ്ക്കെതിരായ ആ പോരാട്ടത്തിലൂടെ SFIക്ക് വിദ്യാർത്ഥികൾക്കിടയിൽ അപ്രതിരോധ്യമായ സ്ഥാനമാണ് കിട്ടിയത്. ആ 24 പേരിൽ 8 പേരിന്ന് ജീവിച്ചിരിപ്പില്ല. മറ്റുള്ളവർ പല വഴികളിൽ പിരിഞ്ഞെങ്കിലും ആ ഓർമ്മ ദിവസത്തിൽ അവരെല്ലാം ഒത്തുകൂടാറുണ്ട്, ജ്വലിക്കുന്ന സമരത്തിൻ്റെ ഓർമ്മകളുമായി. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24.